ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടീം 5 വർഷം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. സോ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയുള്ള ഒരു സീസൺ ആയിരുന്നു 2024 മുംബൈ ഇന്ത്യൻസ് സംബന്ധിച്ചിടത്തോളം. പക്ഷേ വിവാദങ്ങൾക്കെല്ലാം എന്താ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇപ്പോൾ 5 റിട്ടൻഷൻ രോഹിത് ശർമ്മ ടീമിൽ വിട്ട് പോകുന്ന എല്ലാ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രോഹിത് ശർമ്മയെ നിലനിർത്തി ബുംറയെ ഏറ്റവും വലിയ തുക കൊടുത്ത് 18 കോടി കൊടുത്ത് നിലനിർത്തി. ബാക്കി രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യൻ എല്ലാം ഒരേ പേഴ്സിൽ നിർത്തി തിലക് വർമ്മിനെ ഒരു റീറ്റേക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് മുംബൈക്ക് 2024 ഏറ്റ പ്രഹരത്തിന് പകരം തിരിച്ചു വരുമോ 2025? എന്തായാലും തിരിച്ചു വരും ഈ വർഷം. കാരണം ആ ഒരു കോർ 5 പ്ലേയേഴ്സിനെ അവർ നിലനിർത്തി അതിന് സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ടീമിനെ അവർ ബിൽഡ് ചെയ്തു ഓപ്ഷനിൽ. ഇതിനകത്ത് നമുക്ക് മിസ്സിംഗ് എന്ന് പറയാനുള്ള ഇഷാൻ കിഷൻ മാത്രമാണ്. ആ പഴയ ടീം എന്നുള്ള നമുക്കൊരു നഷ്ടം എന്ന് പറയാനുള്ളത് ഇഷാൻ കിഷൻ മാത്രമാണ്. പക്ഷേ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ മുംബൈ ഓപ്ഷനിൽ എടുത്തു. അതെ, മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് എപ്പോഴും പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇന്ത്യൻ സ്ട്രെങ്ത് ബാറ്റിംഗ് ഓർഡറാണ് മുംബൈയുടെ എപ്പോഴും ഒരു കരുത്ത്. ഇത്തവണയും മുംബൈയുടെ കരുത്ത് എന്ന് പറയുന്നത് ആ മുംബൈയുടെ ഒരു ഇന്ത്യൻ കോർ സ്ട്രെങ്ത് തന്നെയാണ്. നമുക്ക് അവരുടെ സ്ക്വാഡ് എങ്ങനെയാണ് ഒരു ഓപ്ഷനിൽ എടുത്തെന്നുള്ളത് നോക്കാം. ബാറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ബവാൻ ജേക്കബ്, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ. ഓൾറൗണ്ടേഴ്സ് അർജുൻ ടെണ്ടുൽക്കർ, ഹർദിക് പാണ്ഡ്യ, മിച്ചൽ സാറ്റ്നർ, വെരി ഗുഡ് ബൈ, നമൻദീർ, രാജ് ബാവ, വിൽ ജാക്സൺ എടുത്തതിന് ശേഷം പോയി കെട്ടിയൊക്കെ പിടിച്ചു വിക്കറ്റ് കീപ്പേഴ്സ് റോബിൻ മീൻസ്, റയാൻ റിക്കൽട്ടൺ, ശ്രീജിത്ത് കൃഷ്ണൻ. ബൗളേഴ്സ് അള്ളാഹ് കസൻഫർ നിർഭാഗ്യവശാൽ റോൾഡ് ഔട്ടായി. പകരം അവർ മുജീബുർ റഹ്മാനെ, അഫ്ഗാൻ ബൗളറിനെ മുജീബുർ റഹ്മാനെ വെച്ച് റീപ്ലേസ് ചെയ്തു. അതോടൊപ്പം അശ്വിനി കുമാർ, ദീപക് ചഹർ, ജസ്പ്രീത് ബുംറ, കരൺ ശർമ്മ, ലിസാർഡ് വില്യംസ് റൂൾഡ് ഔട്ടായി. അതിന് പകരമാണ് ബോഷിനെ അവരെടുത്തത്. അത് വീണ്ടും ഒരു വിവാദമായി. PSL നിന്ന് അയാള് ഇങ്ങോട്ട് വന്നത് ഒരു വിവാദമായിട്ടുണ്ട്. റീസ് ട്രോപ്ലി, ട്രെന്റ് ബോൾട്ട്, വിഘ്നേഷ് പുത്തൂർ, സത്യനാരായണ രാജു. വിഘ്നേഷ് പുത്തൂർ മലയാളിയാണ് തോന്നുന്നു അല്ലെ? അതെ അതെ, പാലക്കാടാണ് തോന്നുന്നു. അറിയില്ല, മലയാളിയാണ്, എന്തായാലും കേരളക്കാരനാണ് വിഘ്നേഷ് പുത്തൂർ. പാലക്കാടല്ല, പെരിന്തൽമണ്ണക്കാരനാണ്. ഓക്കെ. സോ ഇതാണ് ടീം എടുത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ്. എന്താണ് ഇപ്പൊ ഓപ്ഷൻ ബൈ കാരണം എന്താണ് തോന്നുന്നത് മൊത്തത്തിൽ? ഞാൻ ഇന്ന് മൊത്തം ഷോ നിനക്ക് വിട്ടു വന്നിരിക്കുന്നു. ഓപ്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഓപ്ഷനിൽ വന്നത്. ഇഷാൻ കിഷന് പകരം ഒരു റീപ്ലേസ്മെന്റ് അത് അവര് റിക്കൽട്ടൺ വഴി എടുത്തു. ടിം ഡേവിഡിന് പകരം ഒരു ഫിനിഷർ റോളിലേക്ക് അവര് വിൽ ജാക്സനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ വിൽ ജാക്സനെ അവർ ടോപ്പ് ഓഫ് ദ ഓർഡർ കളിപ്പിക്കുകയാണെങ്കിൽ കളിപ്പിക്കുള്ളൂ. ഹർദിക് പാണ്ഡ്യ ആയിരിക്കും വരുന്നുണ്ടാവുക വരികയാണെങ്കിൽ തന്നെ. പിന്നെ മിസ്റ്റർ സാൻഡ്ര നല്ലൊരു പയ്യാണ് ഈ റീസെന്റ് ഫോം എല്ലാം വെച്ച്. പിന്നെ അവന്റെ ബാറ്റിംഗ് സ്ട്രെങ്ത് ഒക്കെ ആള് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. പിന്നെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാർ. ബുംറയെ കുറിച്ച് പറയുന്ന സമയത്ത് ബുംറ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആദ്യം 6-7 മത്സരങ്ങളെല്ലാം ഫസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ബുംറ ഒരു 6-7 മത്സരങ്ങളെല്ലാം വിട്ടു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സീസൺ റൂൾഡ് ഔട്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിങ്ങിനെ സാരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇവന് ട്രെന്റ് ബോൾട്ടിന് ഒന്നും കൂടി ഉത്തരവാദിത്തം കൂടുതൽ വരും. പവർ പ്ലേ ഓവറുകളും ഡെത്ത് ഓവറിലും ട്രെന്റ് ബോൾട്ട് നയിക്കേണ്ടി വരും ടീമിനെ. പക്ഷെ ഇവര് ടീം എടുത്ത ബൗളേഴ്സിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ദീപക് ചഹർ ഒരു പവർ പ്ലേ ബൗളറാണ്, ട്രെന്റ് ബോൾട്ട് പവർ പ്ലേ ബൗളറാണ്, റീൽ സ്ട്രോപ്ലി ഒരു പവർ പ്ലേ ബൗളറാണ്, ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് ഡെത്തിൽ കുറച്ച് എറിയാനുള്ള ഒരു ബൗളർ ആയിട്ടുള്ളൂ. ഇവരെല്ലാം പവർ പ്ലേ ബൗളേഴ്സ് ആയിക്കോട്ടെ, ഞാൻ വന്ന് കസ്റ്റമർ അറിയാൻ വേണ്ടി ഹാർദിക് പാണ്ഡ്യ. മുജീബുർ റഹ്മാൻ എടുത്തു. അള്ളാഹ് കസൻഫർ കുറച്ചുകൂടി മിഡിൽ ഓർഡറിൽ എറിയുന്ന ബൗളർ ആണെങ്കിൽ മുജീബുർ റഹ്മാന്റെ നല്ല റെക്കോർഡ്സ് വന്നിട്ടുള്ളത് ഓപ്പണിംഗ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ന്യൂ ബോൾ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ് ബൗളേഴ്സ് എല്ലാവരും ഉള്ളത്. ഡെത്തിൽ എറിയാൻ എനിക്ക് തോന്നുന്നു ഈ ഹർദിക് പാണ്ഡ്യ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഡെത്തിൽ നമ്മൾ കണ്ടതാണ്. ട്രെന്റ് ബോൾട്ടിനെ കൊണ്ടുവന്ന അടികൊള്ളും, ദീപക് ചാറിനെ കൊണ്ടുവന്ന അടികൊള്ളും,
സോ ബൂമ്ര ഇല്ലെങ്കിൽ ഡെത്ത് ഓവർ ആരെ വെച്ചിട്ട് മാനേജ് ചെയ്യും? അത് എനിക്ക് തോന്നുന്നു ബോൾട്ടിനെ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. വേറെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. പിന്നെ മിച്ചൽ സാന്റ്നർ ഉണ്ട്. സാന്റ്നർ ഇപ്പൊ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ കണ്ടില്ലേ, ഡെത്തിലെല്ലാം വന്ന് എറിയുന്നുണ്ടായി. സാറ്റ്നർ ഒരു ബ്രില്യൻ ബൈ ആണ് കേട്ടോ. സാറ്റ്നറിന്റെ കാര്യം പറയുന്നത് അത് ബ്രില്യൻ ബൈ ആണ്. കാരണം CSKയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അവസരം കിട്ടാതെ പോയ ഒരു പ്ലെയർ ആണ്. നല്ലൊരു പ്ലെയർ ആണ്. എന്താ പറയാ, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ആണ് മിച്ചൽ സാറ്റ്നർ എന്ന് പറയുന്നത്. കാരണം ജഡേജ ആ ടീമിൽ ഉള്ളിടത്തോളം കാലം സാറ്റ്നർ എങ്ങനെയാണ് ടീമിലോട്ട് പ്രവേശിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അങ്ങനെയാണ് സാറ്റ്നർ കഴിഞ്ഞ കുറെ സീസണിന് ചെന്നൈയുടെ ഒപ്പം അവര് ട്രാവൽ ചെയ്തതും. അതിനുശേഷം ഇപ്പോ മുംബൈ ഇന്ത്യൻസിലോട്ട് വന്നത്. മുംബൈ ഇന്ത്യൻസിൽ തീർച്ചയായും ഫസ്റ്റ് 11 തന്നെ ഉണ്ടാവും. എല്ലാ കളിയും കളിക്കാൻ എല്ലാ കളിയും മിച്ചൽ സാറ്റ്നർ കളിക്കാൻ തന്നെ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർക്കുള്ള ഏറ്റവും വലിയ പിഴവും അതന്നെയായിരുന്നു. നല്ലൊരു സ്പിന്നർ ഉണ്ടായിരുന്നില്ല. പീയൂഷ് ചൗളനൊക്കെ വെച്ച് മാനേജ് ചെയ്താണ് പോയത്. അവസാനം ചൗള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സ്പിന്നർ ആയിട്ട്. പിന്നെ ഇതില് വേറെ കേസ് ഞാൻ പറയുന്നുണ്ടല്ലോ, ഇതില് പൊതുവെ കരൺ ശർമ്മ കളിക്കുന്ന ടീം പൊതുവെ IPL ചാമ്പ്യന്മാരാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടാണ് കരൺ ശർമ്മ തിരിച്ചെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയിട്ട് മാത്രമേ കപ്പടിക്കാത്തുള്ളൂ. ബാംഗ്ലൂരിൽ മാത്രമേ കപ്പടിക്കാത്തുള്ളൂ. ബാക്കിയില്ല. SRHൽ പോയി കപ്പടിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ പോയി കപ്പടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ചരിത്രം കരൺ ശർമ്മയ്ക്ക് ഉണ്ട്. പക്ഷെ കരൺ ശർമ്മ കളിപ്പിക്കാനും ചാൻസ് ഉണ്ട്. എങ്ങനെയൊക്കെ 11 എങ്ങനെയായിരിക്കും നിന്റെ ഒരു ഓപ്ഷൻ പറഞ്ഞ? ഓഫ് കോഴ്സ് രോഹിത് ശർമ്മ, റയ റിക്കൾട്ടൺ, പിന്നെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ. അത് പൊസിഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ബുംറ ഉണ്ടെങ്കിൽ മറ്റേ വിൽ ജാക്സന് അവസരം കിട്ടും. ബുംറ ഇല്ലെങ്കിൽ റീസ് ടോപ്ലി ആയിരിക്കും. എനിക്ക് തോന്നുന്നത് റിയാൻ റിക്കൾട്ടൺ, രോഹിത് ശർമ്മ ഓപ്പണിംഗ്. നമ്പർ 3 സൂര്യകുമാർ, നമ്പർ 4 തിലക് വർമ്മ, നമ്പർ 5 ഹർദിക് പാണ്ഡ്യ, നമ്പർ 6 റോബിൻ മീൻസ്. അവരൊരു വിക്കറ്റ് കീപ്പർ എടുത്തിട്ടുണ്ട്. നല്ലൊരു അവർ എപ്പോഴും സ്കൗട്ട് ചെയ്ത നല്ല പ്ലേയേഴ്സിന് എടുക്കുന്ന ടീമാണ് മുംബൈ. എങ്ങനെ കുർണൽ പാണ്ഡ്യ, എങ്ങനെ ഹർദിക് പാണ്ഡ്യ ബുംറനെയൊക്കെ ടീമിൽ എത്തിച്ചു, അതേപോലെ അവർ നോക്കിയൊരു റോബിൻ മീൻസ് എന്നൊരു പ്ലെയറെ വിക്കറ്റ് കീപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ റോബിൻ മീൻസ് നമ്പർ 6 വരും. നമ്പർ 7 സാറ്റ്നർ, നമ്പർ 8 ചഹർ, നമ്പർ 9 ജസ്പ്രീത് ബുംറ ഉണ്ടെങ്കിൽ ജസ്പ്രീത് ബുംറ, 10 ട്രെന്റ് ബോൾട്ട്, 11 ഈ പറഞ്ഞ പോലെ കരൺ ശർമ്മ ആരെങ്കിലും കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇതായിരിക്കും അവരുടെ ഒരു 11 ആയിട്ട് കളിപ്പിക്കുക എന്ന് തോന്നുന്നത്. പക്ഷെ ഇതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇല്ല. മാറ്റങ്ങൾ വരുത്താനില്ല. ഇമ്പാക്ട് സബ് ആയിട്ട് നമൻദീറും വരാം. നമൻദീർ നല്ല പ്ലെയർ ആണ്. നമൻദീർ ഇമ്പാക്ട് സബ് ആയിട്ട് കളിക്കാം. കാരണം നമ്പർ 8 നമ്പർ 7 എല്ലാം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. സോ ബുംറ ഇല്ലെങ്കിൽ ബുംറയ്ക്ക് പകരം ആര് കളിക്കും എന്നുള്ളൊരു വിൽ ജാക്സും ഈ പറഞ്ഞ റിയാൻ റിക്കൾട്ടൺ ഒരുമിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗളർ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒന്നില്ലെങ്കിൽ മുജീബ് റഹ്മാനെയോ റീസ് ട്രോപ്ലിയോ. എനിക്ക് ട്രോപ്ലി കളിക്കും തോന്നുന്നില്ല. കാരണം ഇവർക്ക് ഓൾറെഡി അതെ, രാഹുൽ ചഹറും വളരെ ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരു പ്ലെയർ ആണ്. കുറെ കാലത്ത് CSKയിൽ ഫുള്ള് സീസൺ കളിച്ചിട്ടില്ല. സോ അവര് പുറത്തു പോയിക്കണ തിരിച്ച് അതിനൊരു റീപ്ലേസ് ചെയ്യാൻ നല്ലൊരു ബൗളറും ഇല്ല. രാഹുൽ ചഹറിനോ അല്ലെങ്കിൽ ഇപ്പൊ ബുംറയ്ക്ക് റീപ്ലേസ്മെന്റ് ലോകത്ത് തന്നെ ഇല്ല. ബട്ട് ലോകത്തെവിടെ ഇല്ല. പക്ഷെ എന്നാലും പകരം ഒരാളെ കളിപ്പിക്കണമല്ലോ. ആ ഒരു കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയറും ഒരു ഇന്ത്യൻ ബൗളറും ഇല്ല. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബൗളർ ടീമിലില്ല. ദൈവത്തിന്റെ മകനെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇവര് മുംബൈ ഇന്ത്യൻസ് പാവാച്ചക്കനെ വിട്ട് കളഞ്ഞ് വേറെ ഏതെങ്കിലും ടീമിൽ പോയി കളിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ട്. ഇവരെല്ലാ സീസണിലും 10 ലക്ഷം കൊടുത്ത് എടുത്തു വെക്കും ബേസ് പ്രൈസിൽ. എന്നിട്ട് എല്ലാ സീസണിലും വെച്ചിട്ട് കഴിഞ്ഞ നിവർത്തികേട് കൊണ്ട് കുറച്ച് കളികൾ കഴിഞ്ഞ സീസണിൽ കളിപ്പിച്ചു. എന്നിട്ട് വലിയ തിളങ്ങാൻ കഴിയില്ല. ഇത്തവണ ജയവർദ്ധന തിരിച്ചു വന്നിട്ടുണ്ട് കോച്ചായി. ജയവർദ്ധന്റെ കീഴിലായിരുന്നു മുംബൈയുടെ സക്സസ്, വലിയ സക്സസുകളല്ല. അവസാനത്തെ 2 സീസണും ഭയങ്കര പരാജയമായിരുന്നു. കഴിഞ്ഞ 4 സീസണുകളിൽ ഒരു സീസൺ മാത്രമേ മുംബൈക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പ്ലേ ഓഫിൽ. തിരിച്ചൊരു ഈ സീസൺ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ടീം തന്നെ നല്ല ടീമാണ്. ബാറ്റിങ്ങിൽ ഒരു രക്ഷയില്ല. കാരണം രോഹിത് ശർമ്മ, റിയാൻ റിക്കൾട്ടൺ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, നമൻദീർ, സാറ്റ്നർ
ഈ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് എത്ര വലിയ സ്കോർ അടിക്കാൻ പറ്റിയ ബാറ്റിംഗ് ആണ്. പക്ഷേ ബുംറ ഇല്ലാത്ത ഈ ഒരു ബോളിംഗ് യൂണിറ്റ്, അതായത് ദീപക് ശർമ എത്രത്തോളം ആയിക്കോട്ടെ, ബോൾട്ട് ആയിക്കോട്ടെ, ബോൾട്ട് ഇനി ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് വിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ വിക്കറ്റ് പവർ പ്ലേയിൽ ബോൾട്ട് വീഴ്ത്തില്ല എന്നുണ്ടെങ്കിൽ, പിന്നീട് ആ കളിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ബൗളേഴ്സ് ഇല്ല. കാരണം അള്ളാഹ് ഹസൻ ഇല്ല. ഉണ്ടെങ്കിൽ മേ ബി അത് ആ ഒരു അഡീഷൻ ആയിട്ടുണ്ടാവും. പക്ഷേ മുജീബുർ റഹ്മാന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മുജീബുർ റഹ്മാൻ ഇപ്പോൾ അഫ്ഗാൻ ടീമിൽ പോലും സ്ഥിരമായിട്ട് കളിക്കുന്നില്ല. കഴിഞ്ഞ Yes. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ അഫ്ഗാൻ ടീമിൽ ഉണ്ടായിട്ടില്ല. കുറെ കാലമായിട്ട് അഫ്ഗാൻ ടീമിൽ നിന്ന് പുറത്താണ്. കാരണം മുജീബുർ റഹ്മാൻ ഒരു മിസ്റ്ററി സ്പിന്നർ ആയിട്ടാണ് ടീമിലോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ ആളെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ തുടങ്ങി ബാറ്റേഴ്സ് എല്ലാം. ആളുടെ വേരിയേഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ തുടങ്ങി. SI T20യിലും വലിയ അവരുടെ പാൽ റോയൽസിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. ബട്ട് പാൽ റോയൽസിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. കാരണം ജോ റൂട്ടൊക്കെ വന്നിട്ട് 19ാമത്തെ 20ാമത്തേക്ക് ഓവർ ചെയ്തിട്ട് പോയി. സോ അങ്ങനത്തെ ഒരു പിച്ചിൽ ഒരു സക്സസ് കിട്ടി മുജീബുർ റഹ്മാന്. പക്ഷെ വാങ്കഡയിലോട്ട് വരുന്ന സമയത്ത് അത് എത്രത്തോളം എഫക്റ്റീവ് ആവും മുജീബുർ റഹ്മാൻ എന്ന് അറിയില്ല. കാരണം പക്ഷെ വേറെ ഓപ്ഷനും ഇല്ല. മുജീബുർ റഹ്മാനെ കളിപ്പിച്ചേ മതിയാവും. അതെ. അങ്ങനെയായിരിക്കും പോയിണ്ടാവുക. ആദ്യത്തെ കളിയിൽ ഹാർദിക് പാണ്ഡ്യ ഇല്ല. സൂര്യകുമാറാണ് നയിക്കുന്നത്. നിന്റെ ഒരു കാഴ്ചപ്പാടില് നിന്റെ ഒരു ഫേവറേറ്റ് അപ്പൊ ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് നയിക്കണം എന്നാണോ, സൂര്യകുമാർ നയിക്കണം എന്നാണോ? എന്റെ കാഴ്ചപ്പാട് രോഹിത് ശർമ്മ നയിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞതാണത്. അതെ, രോഹിത് ശർമ്മ നയിക്കണം. രോഹിത് ശർമ്മ ആള് കുറച്ച് റെസ്റ്റ് എടുത്തോട്ടടാ. മുംബൈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന രോഹിത് ശർമ്മയാണ്. പക്ഷെ ആളല്ലേ എപ്പോഴും ടീമിനെ നയിക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. ഒരു ഫോഴ്സ്ഫുള്ളി രോഹിത് ശർമ്മയെ മാറ്റിയതാണ്, ഒഴിവാക്കിയതാണ്. ആള് ഇപ്പോഴും ക്യാപ്റ്റൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളിപ്പോഴും വില്ലിംഗ് ആണ്. കാരണം ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ആൾ തന്നെ പറഞ്ഞു, ഒരു അഭ്യൂഹങ്ങളും വേണ്ട, ഞാൻ റിട്ടയർ ആവാനൊന്നും പോകുന്നില്ല, ഉടനെ ഒരു തീരുമാനങ്ങളൊന്നും ഇല്ല. കാരണം ആള് എൻജോയ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഗെയിമും അയാളുടെ ക്യാപ്റ്റൻസി എല്ലാം ആള് സ്വയം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോ ഹാർദിക് പാണ്ഡ്യയ്ക്കും ഒരുപാട് കാര്യങ്ങള് തെളിയിക്കാനുണ്ട് ഹാർദിക് പാണ്ഡ്യ. പക്ഷെ ഇനി നാഷണൽ ടീമിൽ ഇപ്പം സൂര്യകുമാർ യാദവ് ഇപ്പം തിളങ്ങുന്നുണ്ട് ക്യാപ്റ്റൻസിയിൽ. ഹാർദിക് പാണ്ഡ്യക്ക് ഒരു ചാൻസ് അവിടെ ഇല്ല. അതെ, ഹാർദിക് പാണ്ഡ്യ ഇപ്പൊ വൈസ് ക്യാപ്റ്റൻ പോലും അല്ലല്ലോ. കാരണം കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിൽ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ആയിരുന്നു. അതെ. പിന്നെ ഓൾറെഡി ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് 2 ഫോർമാറ്റിൽ അപ്പോയിന്റ് ചെയ്തു. സോ ഇന്ത്യൻ ടീമിൽ നിന്ന് ആ ക്യാപ്റ്റൻസി പോളിസിയിൽ നിന്ന് മൊത്തമായിട്ട് ഹാർദിക് പാണ്ഡ്യയെ നീക്കി നിർത്തി. ഒറ്റൊരു ഈ ഒരു IPL കഴിയുമ്പോൾ ആൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതെ അതെ. സോ കഴിഞ്ഞ സീസണിൽ വാങ്കഡയിൽ വരെ കൂവലായിരുന്നു ഹാർദിക് പാണ്ഡ്യ. അപ്പം വേൾഡ് കപ്പിന് ശേഷമാണ് അതൊന്ന് കുറഞ്ഞത്, ആളുടെ പോപ്പുലാരിറ്റി കൂടിയത്. അതെ. സോ എത്ര മാർക്ക് കൊടുക്കുന്നു? 7.5. ബോളിംഗ് യൂണിറ്റിൽ കൂടുതലും ഇഞ്ചേർഡ് പ്രോൺസ് പ്ലെയർ. അതെ, ഞാൻ ബൗളിംഗ് ആണ് എനിക്ക് ഏറ്റവും വലിയ കൺസേൺ. കാരണം രാഹുൽ ചാർ, ട്രെന്റ് ബോൾട്ട് എത്രത്തോളം പഴയ ഒരു ഫോമിലോട്ട് വരുന്ന അറിയില്ല. മുജീബുർ റഹ്മാന്റെ ഫോം ആ ഒരു കൺസേൺ ആണ്. ഇപ്പൊ കരൺ ശർമ്മ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എത്രത്തോളം എന്നുള്ള അറിയില്ല. വേറൊരു റിനൗണ്ട് ബൗളർ ഇല്ല. സാറ്റ്നർ ആണ് പിന്നെ ആകെയുള്ള ഒരു തുറുപ്പ്. സാറ്റ്നർ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിക്കറ്റ് എടുക്കുന്ന ഒരു ബൗളർ അല്ല. 4 ഓവറിൽ ഒരു 30 റണ്ണ് അല്ലെങ്കിൽ 26 റണ്ണ് കൊടുത്ത് വേഗം ഓവർ തീർത്ത് പോകുന്ന ഒരു ബൗളറാണ്. സോ ഒരു നല്ലൊരു ബൗളിംഗ് യൂണിറ്റ് ഈ ടീം മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ബുംറ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു 7 മാർക്ക് കൊടുത്ത് ഈ ടീം പ്ലേ ഓഫിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബുംറയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു സ്കില്ലുള്ള പ്ലെയറാണ്. പക്ഷെ ബുംറ ഒരു 6-7 കളി കളിക്കുന്നില്ല. ആദ്യത്തെ ഒരു 6-7 കളി ബുംറയ്ക്ക് മിസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടീം ക്വാളിഫൈ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നല്ലൊരു ബ്രില്യന്റ് ബാറ്റിംഗ്. വേറെ പോയിന്റ് പറയാനുള്ളതാണോ, ഇഞ്ചുറി കഴിഞ്ഞു വരുന്ന ഒരു പ്ലെയർ ഫോം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട് ആള് ബോൾ കളിച്ചിട്ടില്ല. അതിന്റെ ഒരു റെസ്റ്റിനെസ് ഉണ്ടാവും. പിന്നെ അത്ര വലിയൊരു ഇഞ്ചുറി വരുന്ന സമയത്ത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഷെയ്ൻ ബോണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതെ, ഈ ഒരു വീണ്ടും ആ ഒരു സ്ഥലത്ത് തന്നെ ഇഞ്ചുറി വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ കരിയർ എൻഡിങ് ആയിരിക്കും. കാരണം ഷെയ്ൻ ബോണ്ടിന്റെ നടന്ന കേസ് അതാണ്. ഷെയ്ൻ ബോണ്ട് അത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇഞ്ചുറി വന്ന് പുറത്തു പോകേണ്ടി വന്നൊരു ബൗളറാണ്. സോ അതേപോലെ ഇനിയൊരു തവണയും കൂടി അതേ സ്ഥലത്ത് ഒരു ഇഞ്ചുറി വരികയാണെന്നുണ്ടെങ്കിൽ കരിയർ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അറിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. സോ അതെല്ലാം ചിലപ്പോ ആ പ്ലെയറിന്റെ മൈൻഡിൽ ഓടുന്നുണ്ടാവും. സമയത്തും ഒരു ഫുൾ സ്ട്രെച്ച് കൊടുക്കുവോ ഇല്ലയോ എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഉദിക്കുന്നുണ്ട്. സോ ബുംറ ഇല്ലാത്ത
ബുംറ ഇല്ലാത്ത ടീം ക്വാളിഫൈ ആവില്ല എന്ന് ഞാൻ പറയണം. ബുംറ ഉണ്ടെങ്കിൽ യെസ് 4-മതായിട്ട് ക്വാളിഫൈ ആവും. ബുംറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്വാളിഫൈ ആവുമെന്ന് ഞാൻ പറയുന്നു. ക്വാളിഫൈ ആവും പറയുന്നത്. ഹാർദിക് പാണ്ഡ്യന്റെ ക്യാപ്റ്റൻസിയിൽ ക്വാളിഫൈ ആവും. ക്വാളിഫൈ ആവും. സോ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഒരു ടീമും കൂടി RCB കൂടി ബാക്കിയുണ്ട്. RCB ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം നമുക്ക് ഇനി പുതിയ മാച്ചുകൾ തുടങ്ങുന്നതോടുകൂടി അതിന്റെ പ്രീ മാച്ച് പോസ്റ്റ് മാച്ച് ആയിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ അടുത്ത് മുന്നിലോട്ട് വരാം. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.